ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചേന തോരനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ പീസ് ചേന എടുത്തിട്ടുണ്ട്, ഞാനത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളക്, വലിയ ഉള്ളി, കടുക്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഓയിലാണ്. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചേന ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, വലിയ ഉള്ളി, പച്ചമുളക്, നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടത് കുഴയ്ക്കാം. നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ച് വെച്ച് ചേന ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല, ഓയിൽ മാത്രമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് കുറച്ച് സമയം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം. തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മളിതിൽ ഒട്ടും വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് കുറച്ച് ടൈം എടുക്കും. അപ്പം നമ്മുടെ ഇവിടെ ചേനത്തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.